ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നവരാത്രി ഞങ്ങളുടെ പൂജവയ്പ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. പത്മനാഭപുരത്ത് നിന്ന് ദേവിയും 300 തെങ്ങിയും കുമാരസ്വാമിയും എല്ലാം വന്നത് ഞങ്ങളന്ന് തൊഴാൻ പോയിരുന്നു. അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ദേവി പൂജ തുടങ്ങി 9ാം ദിവസം നവരാത്രി. അന്നത്തെ പൂജ ഒരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. 9 ദിവസങ്ങളിൽ ദേവി 9 ഭാവങ്ങളിലായിട്ടാണ് പൂജ നടത്തുന്നത്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നീ 9 ഭാവങ്ങളിലാണ് ദേവിയെ പൂജിക്കേണ്ടത്. സിദ്ധിദാത്രി രൂപമാണ് അവസാനത്തേത്. അണിമ, മഹിമ, ഗരിമ, ലക്ഷ്മ, പ്രാപ്തി, പ്രാകാവ്യം, ഈശിത്വം, വശിത്വം എന്നീ സിദ്ധികൾ കൃത്യമ ഉപാസനയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൈവരിക്കുമെന്നാണ് വിശ്വാസം. പൂജ വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഗണപതി, ലക്ഷ്മി, സരസ്വതി എന്നീ സങ്കല്പത്തിലാണ് പൂജ വയ്ക്കുന്നത്. വിഘ്നങ്ങൾ ഒഴിവാക്കാൻ വിഘ്നേശ്വരെ നമുക്ക് ആദ്യം വയ്ക്കാം. ദേവതകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിനെ നേരാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ നേരിയത് വിരിച്ചു. ഗണപതി ഭവനെ ആദ്യം വയ്ക്കുന്നത്. ഭഗവാന്റെ ഇഷ്ടനിറം പച്ചയായതിനാൽ ആദ്യം പച്ച പട്ട് വിരിച്ച് അതിൽ ഭഗവാൻ എഴുതിയിട്ടുണ്ട്. ഗണപതി ഭഗവാനേ മറുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ. അടുത്തായി തന്നെ പിങ്ക് നിറത്തിലുള്ള പട്ടുവസ്ത്രം വിരിച്ച് അതിൽ മഹാലക്ഷ്മി ദേവിയെ ഇരുത്തിയിട്ടുണ്ട്. ഈ ദിവസം ലളിതാ സഹസ്രനാമവും കനകധാര സ്തോത്രവും ജപിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മൂന്നാമത് സരസ്വതി ഇരുത്തുകയാണ്. ദേവിയുടെ നിറം വെള്ളയാണ്. വെള്ള പട്ടുവസ്ത്രം വിരിച്ച് അതിന്റെ മുകളിലായിട്ട് സരസ്വതി ദേവി ഇരുത്തിയിട്ടുണ്ട്. ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഇരുത്തിയ ശേഷം അവർക്ക് ഹാരവും താമരപ്പൂവും ചാർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരുക്കങ്ങളിലേക്ക് പോകാം. ഭസ്മവും കുങ്കുമവും അവിലും മലരും കരിമ്പും എല്ലാം ദേവിക്ക് സമർപ്പിക്കുകയാണ്. വിളക്കെല്ലാം ഒരുക്കിയ ശേഷം ഞങ്ങൾ ഒരു താലത്തിൽ പഴങ്ങൾ വെച്ചു. പൂജവെപ്പിന് ഒഴിച്ചിടാൻ പറ്റുന്ന ഒന്നാണ് കരിമ്പ്. ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കരിമ്പെന്ന് പറയുന്നത്. പൂജവെപ്പിന് നമ്മുടെ കൈവശമുള്ള എല്ലാ വിഗ്രഹങ്ങളും നമുക്ക് വയ്ക്കാവുന്നതാണ്. ഞങ്ങളുടെ കൈവശമുള്ള കൃഷ്ണ വിഗ്രഹവും ലക്ഷ്മിദേവിയുടെ ചെറിയ വിഗ്രഹവും കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. വെറ്റില, അടയ്ക്ക, ഭസ്മം, ചന്ദനം, കുങ്കുമം, നാളികേരം, ശർക്കര, കർക്കണ്ട് എല്ലാം വച്ചിട്ടുണ്ട്. ഒരു താലത്തിൽ അരി വെച്ചിട്ടുണ്ട്. അരിയിലാണ് വിജയദശമി ദിനത്തിൽ ഞങ്ങൾ എഴുതുന്നത്. പുസ്തക പൂജയാണല്ലോ പ്രധാനം. പുസ്തകങ്ങളെല്ലാം വച്ചിട്ടുണ്ട്. രാമായണവും വച്ചിട്ടുണ്ട് ഞങ്ങൾ. നമ്മുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. ഞങ്ങളുടെ ഒരു ചെറിയ ലോക്കർ വെച്ചിട്ടുണ്ട്.
നാളെ വിജയദശമി ദിനത്തിൽ പൂജ എടുക്കുന്നവരെ വിളക്കണയാൻ പാടില്ലെന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങളുടെ പൂജ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. രാവിലെ വിജയദശമിക്ക് പൂജ എടുക്കുമ്പോൾ കാണാം. അങ്ങനെ പിറ്റേന്ന് വിജയദശമി ദിവസം രാവിലെയായി. പൂജ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പൂജ എടുക്കുന്നതിന് മുമ്പേ ദേവിക്ക് നേദ്യമായിട്ട് ശർക്കരയും അരിയും ചേർത്ത പായസവും ചുണ്ടൽ കടല വേവിച്ചതും വെക്കേണ്ടതാണ്. നേദ്യമെല്ലാം തയ്യാറാക്കി ഞങ്ങൾ കർപ്പൂരാരതി എല്ലാം കഴിഞ്ഞു പൂജ എടുക്കുകയാണ്. ദേവിയെ മനസ്സ് വിചാരിച്ച് തുളസിയും തെറ്റിയും നീര് കൊടുത്ത് തളിച്ച ശേഷം മാത്രമാണ് പൂജ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഈ വർഷത്തെ പൂജ കഴിഞ്ഞു. ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഒത്തിരി ആശംസകൾ, എല്ലാ ഭാവങ്ങളും നേരുന്നു ഞങ്ങളുടെ ചാനലിന്റെ വകയായിട്ട് ഞങ്ങളുടെ വകയായിട്ടും. അവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അറിവും ആയുരാരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.